നടത്തുന്നതിന് വേണ്ടി ഒരു ഏജൻസിയെ നിയമിക്കുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഏജൻസിയെ നിയമിക്കുന്നു. നാഷണൽ സമീപിക്കുന്ന ആ ടെസ്റ്റിംഗ് ഏജൻസിക്കകത്ത് നിലവിൽ ഒരാൾ പോലും സ്ഥിരമായ ഉദ്യോഗസ്ഥരില്ല എന്നതാണ് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. അങ്ങനെ സ്ഥിരമായ ഉദ്യോഗസ്ഥരില്ലാത്ത നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പരീക്ഷയ്ക്കകത്ത് ആരോടെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ വിദ്യാർത്ഥികൾ നേരിടുമ്പോൾ ആ പ്രയാസങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടിയിട്ട് അത്തരത്തിൽ അത് പറയുവാൻ വേണ്ടിയിട്ട് ഒരു ഉദ്യോഗസ്ഥനില്ല എന്നുള്ളതാണ് നാം കാണേണ്ടുന്നത്. മറിച്ച് നാം നോക്കണം, അതിനുശേഷം നടന്നതിനകത്ത് 17 ലക്ഷം വിദ്യാർത്ഥികളാണ് ആ പരീക്ഷ എഴുതുന്നത്. അങ്ങനെ തങ്ങളുടെ 8ാം ക്ലാസ് മുതൽ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി തങ്ങളുടെ എല്ലാ തരത്തിലുമുള്ള വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥി പഠിക്കുകയും ഏറ്റവും അവസാനം അവൻ പരീക്ഷ എഴുതുകയും പരീക്ഷയിൽ പാസ്സാകും എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന സംരക്ഷണത്തിന് വേണ്ടി വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടി ആ സ്ഥലങ്ങളിലേക്ക് അവർ നടത്തുന്ന സമരത്തിനകത്ത് കുടിവെള്ളവും ഭക്ഷണ സാമഗ്രികളും വരികയാണ് ഓൺലൈനായിട്ട്. അത്തരമൊരു സമരമായി മാറുമ്പോൾ അവർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യത്തിന്റെ പുറത്ത് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളത് 12 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ ഗവൺമെന്റ് ഈ മാറുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നാം കാണണം സൈനിക സേവനം എന്ന് പറയുന്നത് ഏറ്റവും മഹത്തായ രാജ്യത്തെ സേവിക്കുന്ന സൈനിക സേവന